വെൽക്കം ബാക്ക്. അങ്ങനെ കുറേ നാൾക്ക് ശേഷം വീഡിയോ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുകയാണ്. കുറേ നാളൊന്നുമല്ല, 20 days ആയി. ചെറിയ കുറേ തിരക്കുകളായിരുന്നു, പേഴ്സണൽ തിരക്കുകളൊക്കെ ആയിരുന്നു. സോ വർക്കൗട്ടൊന്നും സ്റ്റോപ്പ് ചെയ്തിട്ടില്ല. വർക്കൗട്ട് അതുപോലെ പോകുന്നുണ്ട്. സോ പേഴ്സണൽ ട്രെയിനിങ് ഞാൻ സ്റ്റോപ്പ് ചെയ്തു. ഇനി മുതൽ എൻ്റെ വർക്കൗട്ടായിരിക്കും എൻ്റെ വീഡിയോയിൽ പ്രൊമോട്ട് ചെയ്യുന്നത്. സോ നമുക്ക് ആദ്യമേ സ്റ്റാർട്ട് ചെയ്യാം. എൻ്റെ മോർണിംഗ് റൊട്ടീനാണ്. മോർണിംഗ് റൊട്ടീന് ഇന്ന് സൺഡേ അല്ലേ, ഈസ്റ്റർ അല്ലേ, അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി ഈസ്റ്റർ. ഇന്ന് ഞാൻ രാവിലെ തന്നെ കാർഡിയോ ലൈറ്റായിട്ട് സ്റ്റാർട്ട് ചെയ്തു. എല്ലാ ദിവസവും ലൈറ്റായിട്ട് ജോഗിങ്ങും ബർപ്പീസും അങ്ങനെയുള്ള ലൈറ്റായിട്ടുള്ള ഒരു 30 minutes ഉള്ളൊരു കാർഡിയോ സെക്ഷനായിരുന്നു. ഇപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാ ദിവസവും മോർണിംഗ് റൊട്ടീനായിരിക്കും ഞാൻ പ്ലാൻ ചെയ്യുന്നത്. എൻ്റെ ഒരു മോർണിംഗ് റൊട്ടീൻ എങ്ങനെയൊക്കെ ആയിരിക്കും, അത് നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിരിക്കും, തീർച്ചയായിട്ടും ഹെൽപ്ഫുള്ളായിരിക്കും. ഒരു ബാലൻസ് മീലാണ് ഞാൻ ചെയ്യുന്നത്. സോ നിങ്ങൾക്കറിയാലോ, കുറേ മസിൽ ലൂസൊക്കെ വന്നു കഴിഞ്ഞു. സോ ഇനി എനിക്ക് മസിൽ ബിൽഡ് ചെയ്യണം. അതിനോടൊപ്പം തന്നെ ലീനായിട്ടുള്ള മസിൽ ബിൽഡ് ചെയ്യണം. അതിനോടൊപ്പം ഫാറ്റും ലോസ് ചെയ്യണം. അതിനുള്ള റൊട്ടീനാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റിലോട്ട് പോകാം. ഇതാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. കണ്ടില്ലേ, വീട്ടിലുള്ള ഭക്ഷണം തന്നെയാണ്. കണ്ടോ, ഇന്ന് മസാല ദോശ കഴിക്കണമെന്ന് തോന്നി. സോ മസാല ദോശ, ഒരു ദോശ, അതിൽ കുറച്ച് മസാല മീൻസ് കാപ്സ്, ഉരുളക്കിഴങ്ങ് അതിൻ്റെ ഇതുണ്ടല്ലോ, അതും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഇതാണ്, ക്യാരറ്റൊക്കെ വെച്ചിട്ടുള്ള. സോ രണ്ടും കൂടെ ബാലൻസ് ചെയ്ത് നോക്കുമ്പോൾ ഒറ്റ ദോശയുള്ളൂ. അപ്പോൾ കാപ്സ് പൊട്ടാറ്റോയിലും ഉണ്ട്, ക്യാരറ്റിലും ഉണ്ട്, സോ ദോശയിലും ഉണ്ട്. സോ എൻ്റെ ഇന്നത്തെ കാപ്സ് ഇത്രയും മതി. ഒരു 50 gram കാപ്സ് വരും. സോ എഗ്ഗ്, അത് 3 eggs 2 ഓളക്സ്. 3 eggs എന്ന് പറയുമ്പോൾ 2 ഓളക്സും ഒരു ബുൾസൈ, അങ്ങനെ 3 eggs. കണ്ടോ, കുറച്ച് ഫ്രൂട്ട്സ്, പപ്പായ, ഇത്രേ ഉള്ളൂ. ആക്ച്വലി ഇങ്ങനെ കഴിച്ചാൽ മതി, നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ഫാറ്റ് ലോസ് ചെയ്യാൻ പറ്റും. കൂടുതൽ കാട് കയറി ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളെ ഡെയിലി ലൈഫിൽ എന്തൊക്കെയാണ് നമുക്ക് കിട്ടുന്നത് അത് വെച്ച് നമ്മൾ ഡയറ്റ് മുന്നോട്ട് കൊണ്ടുപോകുക. ആവശ്യമുള്ള പ്രോട്ടീൻ എടുക്കുക, ആവശ്യമുള്ള കാർബ്സ് എടുക്കുക. നിങ്ങൾക്ക് പറ്റുന്ന പ്രോട്ടീൻ എടുത്താൽ മതി. ഇത്ര പ്രോട്ടീൻ തന്നെ എടുത്ത് നിങ്ങൾ ഫാറ്റ് കുറയ്ക്കണമെന്ന് ഒരു നിർബന്ധമില്ല. 1 gram പ്രോട്ടീൻ അറ്റ്ലീസ്റ്റ് എടുക്കാൻ നോക്കുക, അത്രേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് കോഫി കുടിക്കണമെന്നൊക്കെ താല്പര്യം, ചായ കുടിക്കണമെന്ന് താല്പര്യമൊക്കെ ഉണ്ടെങ്കിൽ അത് ഇതുപോലെ കുടിക്കുക. ഒരു ചെറിയൊരു ഗ്ലാസ് ഇതുപോലെ കുടിക്കാൻ നോക്കരുത്. എന്തുവാണ് ഇത്?